മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. ആനയുടെയും കടുവയുടെയും മറ്റും ആക്രമണത്തിൽ അടുത്തിടെ നിരവധി മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങ് എന്നിവ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് വരുത്തുന്നത്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് ഭീതിയോടെയും. പല വനസമീപ പ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമായി മാറുമ്പോൾ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? ഇതിനുള്ള കൃത്യമായ ഉത്തരം വയനാട്ടിൽ നിന്ന് തന്നെ ലഭിക്കും. കുറുവ എക്കോ ടൂറിസം ജീവനക്കാരനായ പാക്കം സ്വദേശി പോളിനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കുറുവ ദ്വീപിലേക്കുള്ള വഴിയിൽ വനത്തിനുള്ളിലെ ചെറിയമല ജംഗ്ഷനിൽ വെച്ച് കാട്ടാന കൊലപ്പെടുത്തിയത്. അന്ന് വൻ പ്രതിഷേധം കേരളക്കര കണ്ടതാണ്. പോളിന്റെ കുടുംബത്തിന് സർക്കാർ അന്ന് പ്രഖ്യാപിച്ച സഹായം കിട്ടിയോ? ഞങ്ങൾ പോളിന്റെ പാക്കത്തെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ ജീവിതം വളരെയേറെ കഷ്ടപ്പെട്ടിട്ട് പോളേട്ടൻ്റെ പകരമായിട്ട് ജോലി തരാമെന്ന് പറഞ്ഞതിനെ തൽക്കാലം സ്ഥിരമെന്ന് പറഞ്ഞിട്ടില്ല, സ്ഥിരം എന്ന് പറഞ്ഞൊന്നും ആയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് തരാമെന്നും പറഞ്ഞ് തന്നു. അപ്പോൾ വേറെ എവിടെയും കിട്ടാത്ത കാരണം പിന്നെ ഞാൻ ആനേൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ ജോലിക്ക് എന്തായാലും വന്നോളാം പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കുറവ് അടച്ചിട്ട് ഇപ്പോൾ ഇനി 5-6 മാസം പണിയില്ല, അത് സ്ഥിരമായിട്ടുള്ള പണിയില്ല. ഇപ്പോൾ വളരെയേറെ ഒരു ബുദ്ധിമുട്ടിലാണ്. ഒന്ന് വീണു, മരുന്ന് കഴിക്കുന്നതാണ്. കഴിഞ്ഞാൽ ഈ കാലം ഓപ്പറേഷൻ കഴിഞ്ഞു, അതിൽ 1 വർഷത്തോളം, ഇനി 1 വർഷത്തോളം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചപ്പോൾ കൂടുതലായിട്ട് വലിയ അധ്വാനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ അധ്വാനമില്ല, അതിലേക്കൊന്ന് നോക്കി നടന്നാൽ ആരും എൻ്റെ ജീവനെ പേടിയുണ്ട് എനിക്ക്. ഈ ആനയുള്ള സ്ഥലമല്ലേ, പ്രത്യേകിച്ച് അനുകൂലങ്ങളൊന്നും കിട്ടിയില്ല. ആ 10 ലക്ഷം റുപ്യ പറഞ്ഞതല്ലാതെ വേറൊരു പൈസ ഒരു സർക്കാർ തന്നിട്ടില്ല. പിന്നെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും അടുത്തില്ല. നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിൽ തീരുമാനം അതിന് ഉറപ്പ് വന്നിട്ടില്ല. പിന്നെ കടബാധ്യത നമ്മൾ കുറച്ച് ഇതിൻ്റെ ലോൺ ഉണ്ടായിരുന്നു, മറ്റേ എന്താ എംപ്ലോയ്മെൻറ്റ് ലോണ്, അത് എഴുതി തള്ളുന്നോട്ട് അത് എഴുതി തള്ളിയില്ല. പിന്നെ കുറച്ച് പണയത്തിൻ്റെ പെര ആദ്യം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അതിൻ്റെ റിപ്പയർ മാത്രമാണ് നമുക്ക് പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ വകയായിട്ട് നമുക്ക് ചെയ്തു തന്നത്. പിന്നെ വേറെ സഹായങ്ങളൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടുമില്ല. ഇനി അങ്ങനെ അതിപ്പോൾ വാക്കാലുള്ള ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ് എല്ലാവരും പറയണത്. ആനശല്യമൊക്കെ ഉണ്ട്. ആന ഇപ്പം എങ്ങനെ കാര്യമായിട്ട് ഇവിടെ കാവൽമാടം കണ്ടില്ലേ, കുറുവ ഇപ്പോൾ ജീവനക്കാർ രാത്രി നൈറ്റ് ഉണ്ട്, ഓരോ ദിവസം മാറി മാറി നൈറ്റ് ഉള്ള കാരണം അങ്ങനെ ആന ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് ശല്യം കാണാൻ ആന വരുന്നുണ്ട്. കുറേയുടെ കഴിഞ്ഞാൽ നെല്ല് കൊയ്യാനായി കഴിഞ്ഞാൽ പിന്നെ ശല്യം ആയിരിക്കും. ഇന്നാളെ ഇതിൽ വന്നെന്ന് പറഞ്ഞ് ഇവർ ഓടിച്ചെന്ന് പറഞ്ഞു. എപ്പോഴും തന്നെ ആ കുറുവ ജംഗ്ഷൻ്റെ ഇവിടെ ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. ആന ഇതിൻ്റെ മുകളിൽ ട്രിങ്കിൻ്റെ മുകളിൽ ആന എപ്പോഴും ഉണ്ട്. കാടാണല്ലോ, വനമാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. ഇച്ചിരിയായിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചാലും ഈ ജോലിക്ക് പോയാലും നടക്കരുതെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. എന്താണെങ്കിലും എത്ര പൈസ കൊടുത്താണെങ്കിലും ഓട്ടോ പിടിച്ച്, ഇന്നാളെ ഒറ്റയ്ക്ക് പണി ഉണ്ടായിരുന്നു, ഓട്ടോ പിടിച്ചാൽ ഒറ്റയ്ക്ക് പോയി. അങ്ങനെയൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. വേറെ ഒരു തീരുമാനമായിട്ട് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. വേറൊരു ജോലി കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ മാറായിരുന്നു. ഇനി അധികം നമുക്ക് എനിക്കെന്ന് വെച്ചാൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല മോനെ. അപ്പം അത് കാരണം പിന്നെ മോളിപ്പോൾ +2 പഠിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം മോളെ തുടർന്ന് പഠിപ്പിക്കാനൊരു സഹായം കിട്ടണം. കർഷകരാണ് വന്യമൃഗശല്യം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പുൽപ്പള്ളി പാളക്കൊല്ലിയിലെ സുജിത് എന്ന കർഷകന്റെ ദുരിതം കേൾക്കുക. കൃഷിനാശേ ഉള്ളൂ മൊത്തത്തില്. കഴിഞ്ഞ കൊല്ലം നമുക്കൊരു 3 ലക്ഷം രൂപന്റെ വാഴ ഉണ്ടായിരുന്നു, അത് മൊത്തം നശിപ്പിച്ചാണ്. ആകെ കിട്ടിയ ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അത് അക്കൗണ്ടിൽ തരികയാണ് ചെയ്ത്. 3 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ തരുള്ളൂ. പരാതി കൊടുത്തു, മന്ത്രിന്റെ കയ്യിൽ നിന്നാണ് ചെക്ക് കിട്ടിയത്. ആകെ കിട്ടിയ 10,000 രൂപ, 10,300 രൂപ കറക്റ്റ് പറയുകയാണെങ്കിൽ. എത്ര വാഴ ഉണ്ടായിരുന്നു? വാഴ അത് ഒരു 1.5 ഏക്കർ 2 ഏക്കർ ഉണ്ടായിരുന്നു, മൊത്തം ഉണ്ടായിരുന്നു. അത് ആന വന്ന് ഇവിടെ കാവലില്ലായിരുന്നു. അപ്പോ ആന വന്ന് കയറി മൊത്തം അടിച്ച് നശിപ്പിച്ചു. ഇവിടെ കാവലുണ്ട്. അത് കാവലെന്ന് വെച്ചാല് അവർക്ക് തോന്നുന്ന സമയത്ത് കാവൽ നിൽക്കുള്ളൂ. കാവൽ നിൽക്കുന്നവരെ തന്നെ അവർക്ക് വേണമെങ്കിൽ രാത്രി വിളിച്ചോണ്ട് പോകും. വേറെ സ്ഥലത്ത് ആന വന്നാല് സ്ഥിരമായിട്ട് ഒരാളില്ല. ആന വന്നാൽ കൂട്ടിയിട്ട് പോവുക, അങ്ങനത്തെ പരിപാടിയാണ്. വനവകുപ്പിന് വാച്ചർമാർ തന്നെയാണോ കാവൽ? ആ, വാച്ചർമാർ തന്നെയാണ്. പക്ഷെ അവർക്ക് വേറെ ആളില്ല. അപ്പൊ ആന വേറെ സ്ഥലത്ത് വരുമ്പോ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകും. അപ്പൊ ആന ആ ടൈമിൽ ഇവിടെ ഇറങ്ങും. അങ്ങനെയാണ് പരിപാടി. സ്ഥിരമായിട്ട് വാച്ചർമാരുണ്ട്, പക്ഷെ അവർക്ക് വേറെ സ്ഥലത്ത് ആന വരുമ്പോ അവിടെ വാച്ചർമാരില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകും. ആന ഭയങ്കര ശല്യമാണ്. ആനയും പന്നി ഒരു രക്ഷയില്ല. കാർഷിക വിളകൾ ഒന്നും സമ്മതിക്കാം ഒന്നും വയലിൽ തന്നെ നെല്ലായ അപ്പ കാവല് വേണം. നെല്ലല്ല, വിതയ്ക്കുമ്പോ തന്നെ കാവല് വേണം. കണ്ടോ, തൂക്കുവേലി ഇട്ടിരിക്കണം, മൊത്തം ഷോക്കായിട്ട് ഇട്ടിരിക്കുക.
അല്ലെങ്കിൽ അതും വെക്കൂല, അതും തകർക്കും. ഇപ്പൊ വീട്ടിൽ നിന്ന് ഷോക്ക് പോകുന്നുണ്ട്, നമ്മുടെ സ്വന്തം ഷോക്ക്, അതിനകത്താണ് പരിപാടി. ആന മാത്രല്ല, പന്നി, എല്ലാ സാധനം ഉണ്ട്. മാന് ഇല്ലാത്ത ഉപദ്രവമില്ലാത്ത ഒരു സാധനമില്ല. മൊത്തത്തിൽ ഭയങ്കര ഉപദ്രവമാണ്. കാര്യം പറഞ്ഞാല് വനവകുപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വകുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല അതിനകത്ത്. അത് കണ്ട അപ്പൊ വരച്ചിരിക്കുന്ന ആ നെല്ല് അത് ഈ പറിക്കാനുള്ള അടുത്ത ആഴ്ച അത് മൊത്തം പക്ഷി ഇന്ന് പോയതാ. കാവലുണ്ടെങ്കിൽ ഉണ്ടാവില്ല, കാവലില്ലെങ്കിൽ അപ്പ ആന ഇറങ്ങും. അപ്പൊ ഈ തൂക്കുവേലി നിർമ്മാണമൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടോ? ഉണ്ട്, അത് പത്രത്തിലൊക്കെ വന്ന് ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ അതിന്റെ നടപടിയും ഇല്ല, ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പത്രത്തിൽ കാണിക്കുക ഇവര് വന്ന് ഇപ്പൊ ചെയ്യും, അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് വേറെ ഈ ദാസനക്കര ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗത്ത് വേലിയുണ്ട്, വേറെ എവിടെയും അതിന്റെ നടപടികളായിട്ടില്ല, ഇടപെടുന്നില്ല. ഇവർക്ക് വണ്ടിയിൽ പോവുക, അതിലെ പോവുക, ഇതിലെ പോവുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇവർക്കില്ല. ഇവർക്ക് അവരെ കാര്യങ്ങളായി, അവരിതായി. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ പന്നി ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അവര് വന്നില്ല. എന്നിട്ട് അവരെന്നെ ഞാൻ ചോദിച്ചു, അവരോ കണ്ടിട്ട് റോട്ടിൽ നിന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞ് വരാൻ സൗകര്യമില്ല, നീ എന്താ വെച്ചാ ചെയ്യുന്നു. അത്രേ ഉള്ളൂ വനംവകുപ്പ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അത് അവർക്ക് അത് എരിവുണ്ട്. കുറിച്ചുപെറ്റ പുൽപ്പള്ളി പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. കർഷകർക്ക് കണ്ണീർ തന്നെ. ശൈലേഷ് എന്ന കർഷകന്റെ അവസ്ഥയൊന്ന് കേൾക്കണം. വന്യശല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് അല്ല, ചുറ്റും ഫോറസ്റ്റാണ്. വെറും ആനശല്യമുണ്ട്, പന്നിശല്യമുണ്ട്, എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വയൽ കൃഷിയാണേലും നമ്മുടെ കരകൃഷിയായ കാപ്പി, കുരുമുളക് എല്ലാം ഈ ആന കയറിയിട്ട് കണ്ടമാനം നശിപ്പിക്കുന്നുണ്ട്. തെങ്ങുകളൊന്നും ഇല്ല, ആന മൊത്തത്തിൽ തെങ്ങ് വന്ന് കുത്തിമറിച്ച് കളയുക. അതേമാതിരി ഒരു 10 മാസം മുമ്പ് ഞാൻ രാവിലെ എൻ്റെ കടയാണിത്, ഈ കടേൻ്റെ മുമ്പിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പറമ്പിൽ നിന്ന് ആന ഇറങ്ങി വരികയും എന്നെ കണ്ടോടുകൂടി ഓടിപ്പാഞ്ഞ് എൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നെ കിട്ടാത്തപ്പോൾ എൻ്റെ കടയുടെ ഷട്ടർ പൊളിക്കുകയും ചെയ്ത് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത്. അതേമാതിരി ഞങ്ങൾക്ക് കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കൃഷി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനശല്യം അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ആന വന്നിട്ട് ആന പോകുന്നില്ല, ഞങ്ങൾ ഓടിച്ചിട്ടും പോകുന്നില്ല. ഫോറസ്റ്റുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വന്ന് വരുമ്പോഴത്തേക്ക് ആന പറമ്പിൽ കയറി കളയാവേണ്ടതൊക്കെ കളയും. പിന്നെ പറമ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യമല്ല. അതേമാതിരി എല്ലാ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. പന്നിയാണെങ്കിൽ കണ്ടമാനം പെരുകിയിട്ട് ഞങ്ങൾക്ക് കിഴങ്ങ് മൃഗങ്ങളായ കാച്ചിലോ ചേനയോ ചേമ്പോ ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ നെൽകൃഷി അങ്ങ് നെല്ല് വിളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പന്നി ഇറങ്ങി അത് പന്നീൻ്റെ ഭാഗമായിട്ട് അത് കളയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള നെൽകൃഷികളൊക്കെ മാക്സിമം ഞങ്ങൾ ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ആൾക്കാർക്കെല്ലാം കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണ്. അവർക്ക് അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത്, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നവരല്ല. അന്നേരം അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം നിന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിന് മുടക്കുമുതലായിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. ഒന്നാമത് ഈ കാവൽ കിടക്കാന്ന് പറഞ്ഞിട്ട് 4-5 മാസം കാവൽ കിടന്ന് കൃഷി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം എൻ്റെ കൃഷി എൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ ഒരു പാടമാണ്. ഈ പാടത്തിൽ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ സൈഡാണ്. ഫോറസ്റ്റിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യകാലങ്ങളിലൊന്നും ഒരു മൃഗങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ആനശല്യം ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. ആന, കുരങ്ങ്, അതേമാതിരി കാട്ടുപന്നി, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. വയൽ കൃഷിയാണെങ്കിൽ ആന കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നശിപ്പിച്ച് കളയണം. ചവിട്ടി നമ്മളിപ്പോൾ ഞാറിട്ട സമയത്ത് തന്നെ കയറി ചവിട്ടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാറ് പറിച്ച് നടാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതേമാതിരി അത് ഞാറൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ പറിച്ച് നട്ട് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇത് മൂപ്പാകുമ്പോഴത്തേക്കും വീണ്ടും ആന കയറി, പിന്നെ അതിൽ നിന്ന് കയറി പോകാത്ത അവസ്ഥയാണ്. രാത്രിയും പകലും ഞങ്ങൾ കാവല്. പിന്നെ അതേമാതിരി കുരങ്ങാണെങ്കിൽ കുരങ്ങ്, പകലാണെങ്കിൽ കുരങ്ങിൻ്റെ ശല്യം, രാത്രി ആയി കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം, ആനൻ്റെ ശല്യം, ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ കാവലായിട്ട് നല്ലോണക്ക് കാക്കാതെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടാത്തത്. അതുകൊണ്ട് കൃഷിയെല്ലാം ഞങ്ങൾ മൊത്തത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ. അതും ഞങ്ങൾ കാത്തുപെറുക്കി എടുക്കുന്നു. അത് ഇനിയിപ്പോൾ എത്ര കാലം ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. തരിശായിട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ താഴെഭാഗത്തൊക്കെ കണ്ടമാനം തരിശായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിനോട് ഞങ്ങൾ ചെയ്യാനൊരു താല്പര്യം കൊണ്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നു. ഈ മേഖലയിൽ കൃഷി നഷ്ടമായതുകൊണ്ട് ജനങ്ങൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യവുമില്ല. കൊയ്ത് കിട്ടാവുന്ന പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് വിത കിട്ടിയെന്നുള്ള കാഴ്ചപ്പാടിൽ ചെയ്യുവാണ്. കുറച്ചെങ്കിലും മുതൽ മുടക്ക് കുറവായതുകൊണ്ടാണ് ഈ വിത ചെയ്യുന്നത്. അതും ആന കയറി ചവിട്ടിക്കളഞ്ഞാൽ പോയില്ല, പിന്നെ അത് അതിനകത്ത് നിന്ന് എങ്ങനെ ഉണ്ടായി വരാനാ? പിന്നെ ആകുന്ന അനുസരിച്ച് ആന ഞങ്ങൾ ഫുൾ ടൈം കാവലായി. ഇപ്പൊ വിത്തിട്ടു, ഇപ്പൊ ഇത് വിതച്ചേക്കും. ആ വിത കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കാവൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും കിട്ടൂല. അതേമാതിരി പന്നിയാണെങ്കിലോ, പന്നി കണ്ടമാനം പെരുകി കുറച്ചൊന്നുമല്ല, കണ്ടമാനം പന്നിയാണ്. പന്നി കയറി കഴിഞ്ഞിട്ടുണ്ട്, അതും അതിന്റെ വക. പിന്നെ പകലാണെങ്കിൽ നെല്ല് കുറച്ചും കായിക്കഴിഞ്ഞാൽ കുരങ്ങെന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റ് മാത്രമല്ല, ഫോറസ്റ്റിനോട് ഇപ്പൊ പറമ്പുകളിലും കുരങ്ങ. നമ്മുടെ തോട്ടങ്ങളിലാണേലും കുരങ്ങ് കയറിയിട്ട് കാപ്പി മുളകൊക്കെ കണ്ടമാനം കളയുക. പനമരം പഞ്ചായത്തിലെ അമ്മാനി നടുവിൽമുറ്റം വനഗ്രാമത്തിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. കുട്ടികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും അയക്കാൻ പോലും ഇവിടങ്ങളിലുള്ളവർക്ക് ഭയമാണ്.
എപ്പോൾ ആന ഇറങ്ങുമെന്ന് പറയാനാവില്ല എന്ന് നാട്ടുകാരി വിജിത പറയുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഏറ്റവും ദുരിതം ഈ പറയുന്നത് റോഡ് ഇല്ലാത്ത കാരണം. റോഡ് ഉണ്ട്, പക്ഷെ എന്താ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്ക്. വന്യമൃഗം ഒന്ന് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് മക്കളെ കൊണ്ടുപോകുന്ന ദുരിതത്തിലാന്ന് പറഞ്ഞാൽ പരമാവധി നമ്മള് ഇപ്പോ റോഡിൽ ആന ഇറങ്ങിയ പിന്നെ ആ ആന പോയി കഴിഞ്ഞെങ്കിലേ മക്കളെ കൊണ്ടുവിടാൻ വഴുകും, സമയം പോവാറുണ്ട്. പിന്നെ ഏത് സമയം ആന ഇറങ്ങുന്നെന്ന് അറിയില്ല. പിന്നെ ഒന്ന് തൊട്ട് 10ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ ഗോത്രസാരഥി വണ്ടി. ആ വണ്ടിയിൽ ആ മക്കൾ പോകും. പിന്നെ +1 +2 ഡിഗ്രി ഇത് അവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് അവരെ 8 മണിക്ക് ഇവിടുന്ന് നമ്മൾ കൊണ്ടുവിടണം. 7:00 പോകുന്ന മക്കളുണ്ട്. വൈകുന്നേരം ഇതേപോലെ 5:30 6 മണിക്ക് 7 മണി വരെ നമ്മൾ ഇവിടെ കാടിന്റെ അവിടെ ഗേറ്റിന്റെ അവിടെ അച്ഛനും അമ്മമാരും കാത്തിക്കാറുണ്ട്. നമ്മളും വരുമ്പോ മക്കളും കൂടെ ഉള്ളതല്ലേ. വന്യമൃഗം എന്ന് പറഞ്ഞാൽ ആന മാത്രല്ല, പുലിയും കുരങ്ങനും എല്ലാം കൊണ്ട് ശല്യം എന്ന് പറഞ്ഞാല് പരമാവധി നമുക്ക് ഈ റോഡൊന്ന് ദയനീയമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. ഈ റോഡൊന്ന് നന്നാക്കി തരാൻ എത്ര കുറെ ചാനലുകാരോടും എല്ലാവരോടും കൊടുത്തിട്ട് ഒരു ഇതും ഇല്ല. നമുക്ക് വനവകുപ്പ് വിട്ടുകൊടുക്കാറില്ല. ഇപ്പൊ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ അപേക്ഷയില് ഇന്നലെ ഞാൻ പഞ്ചായത്തിന് വിളിച്ചിട്ടുണ്ട്. ആ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാട്ടിനുള്ളിൽ 10-21 കുടുംബമുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണല്ലോ ഞങ്ങളത്. ഈ കാട്ടിനുള്ളില് ഇത്ര കുടുംബമുണ്ട്. ആ കുടുംബത്തിനൊക്കെ ആനേന്റെ കൂടുതൽ ശല്യം തന്നെയാ. കൃഷി എടുക്കുന്നുണ്ട്. അതില് കുറച്ച് ഭാഗമൊക്കെ കാവലിരുന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. വണ്ടി വിളിച്ചാൽ ആരും വരാറില്ല. സ്ഥിരമായിട്ട് വരുന്ന വണ്ടി ഇടയ്ക്ക് വിളിച്ചാൽ അവർക്കും വരാൻ പറ്റാത്ത സ്ഥിതിയാ. വിളിച്ചാൽ തന്നെ അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്, വരാൻ പറ്റില്ല എന്ന് പറയും. മൃഗശല്യം ഏറ്റവും കൂടുതൽ ആ മൃഗശല്യത്തിന്റെ കാരണം നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ. റോഡ് ഒരു വണ്ടിക്ക് പോകാനും പറ്റുന്നില്ല. ഇപ്പൊ കുട്ടികൾക്ക് നടന്നു പോകാനും പോലും പറ്റുന്നില്ല. ആ അവസ്ഥ. നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വനം വകുപ്പ് തികഞ്ഞ പരാജയമാണ് എന്നാണ് നെയ്ക്കുപ്പിയിലുള്ള ജോയ് പറയുന്നത്. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണിത്. നിരന്തരമായി ആന, പന്നി, അതുപോലെ കുരങ്ങ് ഈ വക സാധനങ്ങളെല്ലാം കൃഷികളെല്ലാം നശിപ്പിച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ക്രാഷ് കാർഡ് ഫെൻസിംഗ് എന്നും പറഞ്ഞൊരു ഇത് വന്നിട്ട് അത് ശാശ്വതമായി നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല, പണികൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തൽക്കാലം തൂക്ക് ഫെൻസിങ് ഇട്ടുകൊണ്ട് ആനശല്യം പുറത്തേക്ക് കുറച്ച് കുറവുണ്ട്. എങ്കിലും അതിരൂക്ഷമായ ഒരു വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. മനുഷ്യന് ജീവനും സ്വത്തിനും യാതൊരു വിലയും സർക്കാർ കൽപ്പിക്കുന്നില്ല. ഇതിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗങ്ങൾ ഒന്നും അവർ കാണുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വനവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടോ? ഇല്ല, കാര്യക്ഷമമായി ഇടപെടുന്നില്ല. അവര് മൃഗങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവരെ വിളിച്ചാൽ അവർ വന്ന് പടക്കം എന്തെങ്കിലും പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിവിടും. അത് അതേപോലെ തന്നെ തിരിച്ചു വരുന്നൊരവസ്ഥയാണ് ഉള്ളത്. കാർഷിക വിളകൾ കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ്. എന്നിട്ട് കവുങ്ങ്, തെങ്ങ്, കാപ്പി വരെ വെറുതെ ചവിട്ടിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആന, കടുവ ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ മറ്റ് ഇതുണ്ട്, കുരങ്ങ്, പന്നി. ഇത് കടുവയുടെ ശല്യമാണ്. കടുവ ശല്യം, ആനശല്യമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത്. വനമന്ത്രി വനവകുപ്പിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്? ഇല്ല, അവരിടപെടുന്നില്ല. അവര് എന്തെങ്കിലും ഒരു ചുരുങ്ങിയ കപ്പിച്ച നഷ്ടം പരിഹാരം എന്നും പറഞ്ഞു കൊടുത്തിട്ട് അവർ തടിയെടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ചേകാടി പാളക്കൊല്ലി വനത്തിനിടയ്ക്കുള്ള ആദിവാസി ഊരായ പൊളന്ന കോളനിയിലും വന്യമൃഗശല്യം രൂക്ഷമാണ് എന്ന് കർഷകർ പറയുന്നു. എന്നും ഉണ്ടാകുന്നതാ. യാദർശമായിട്ട് ചിലപ്പോൾ ഏത് സമയം ഉണ്ടാകാം. പിന്നെ വൈകിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഏതാ ഉണ്ടാകുന്നത്? ആനയാണ് കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത്. പകൽ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്, അപ്പം കണ്ടുമുട്ടിയ അങ്ങനെ ഉണ്ടാവും. ഇവിടെ എന്ന് പറയുമ്പോൾ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് പാക്കത്തേക്ക് പോയി എത്തിപ്പെടാൻ പാടാ. കാരണം ഈ ശല്യം കാരണം എങ്ങോട്ടും പോകാൻ പറ്റില്ല വൈകുന്നേരം ആയാലും. ഇപ്പോഴെന്താ പണി? ഇവിടെ കന്നാലി നോക്കല്, ആട് നോക്കലൊക്കെ ഇതൊക്കെയാ നമ്മളെ പണി. അപ്പൊ കന്നാലി നോക്കുമ്പോ ഈ കടുവ ശല്യം ഇല്ലേ? കടുവ ശല്യം ഉണ്ട്. കടുവ എന്നാൽ തന്നെ ഒരു 3 വയസ്സ് പ്രായമുള്ളൊരു കിടാവിനെ കടുവ പിടിച്ച് പാക്കൻ റോട്ടിൽ.
എങ്ങനെയാണ് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമോ ഇവിടുന്നൊക്കെ? ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ ഫോറസ്റ്റിലാകുമ്പോ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാ. നിരന്തരമായ ശല്യം ഉണ്ടാവുമ്പോ വനവകുപ്പ് എത്താറുണ്ടോ? വരും അവര് വരും. അവര് വന്ന് ഇന്നലെയും ഇന്നാളും വന്നു, 2 ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് വരവൊക്കെ ഉണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ചെറിയാമല. കുട്ടികളൊക്കെ സ്കൂളിൽ പോക്കുണ്ടോ? സ്കൂളിൽ പോകുന്നതെന്ന് പറയുമ്പോ വണ്ടി വന്ന് ഒക്കെ കൊണ്ടുപോകുന്നതാണല്ലോ. സ്കൂൾ വണ്ടി വരും, സ്കൂൾ വണ്ടി വന്ന് കൊണ്ടുപോകുന്നത്, അല്ലാതെ നടന്നൊന്നും പോകാൻ പറ്റില്ല ഇപ്പൊ. ഇവരുടെയെല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തം എത്രത്തോളം ഭീതിയിലാണ് ഇവർ കഴിയുന്നത് എന്ന്. ഇത് മാറണം. പഴിചാരലുകൾ അല്ലാതെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം. പേടിയില്ലാതെ ജീവിക്കാൻ ഈ മനുഷ്യർക്കും കഴിയണം.